ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വിശ്വനാഥ് ആൻഡ് സൺസ്, വെങ്കി അട്ലൂരിയുടെ പടമാണ്. വെങ്കി അട്ലൂരി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്കി ഭാസ്കറിൻ്റെ ഡയറക്ടറാണ്. ദുൽഖർ സൽമാൻ അഭിനയിച്ച എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട പടമാണ്. ഇറ്റ് വാസ് വെരി ഫൺ ടു വാച്ച് ദറ്റ് പടം. ദിസ് പടം ഇസ് പക്ക ഫാമിലി പടം. അതിഷ്ടപ്പെടുന്നവർ ഈ സിനിമയ്ക്ക് പോവുക. എനിക്ക് വർക്കായ കുറേ കാര്യം ഭയങ്കര എക്സ്ട്രാ വാഗൻ ലൈഫ് സ്റ്റൈലാണ്, ലക്ഷറി. എൻ്റെ മുന്നേ ഇതിൻ്റെ വീട് കണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വീടുണ്ടാ എന്ന് ആലോചിച്ച് പോയി. എന്തൊരു വീടാ അത്, ഹൈദരാബാദിലൊക്കെ ഉള്ള വീടാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നോ, എന്തൊരു വീടത്. ഞാനാണെങ്കിൽ അവിടെ പോയി ഇങ്ങനെ നിന്നു, എന്തോന്ന് വീടടേ അത്. പുള്ളി ബാറ്റ്മാനാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ പുള്ളിയുടെ പേര് ബ്രൂസ് വെയിൻ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കാതിരിക്കില്ല. ബ്രൂസ് വെയിൻ വിത്തൗട്ട് ബാറ്റ്മാൻ, അതാണ് സൂര്യ. മനസ്സിലായില്ലേ? അത് വൻ ചില സീനൊക്കെ ഉണ്ട്, നമ്മൾ കിളി പറക്കും കണ്ടുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ചു. പക്ഷേ പുള്ളി എന്താണ് ചെയ്യണേന്ന് പടത്തിൽ അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് $75,000 എന്നൊക്കെ പറയുന്നത് 750 രൂപയുടെ ജെട്ടി മേടിക്കുന്ന അത്രയേ ഉള്ളൂ. ആ ലെവലാണ്, ആ ലെവൽ ഓഫ് എക്സ്ട്രീം റിച്ചാണ് പുള്ളി ഈ പടത്തിൽ. അപ്പം ആ റിച്ച്നെസ് വെച്ചിട്ടുള്ള ഫാമിലിയിൽ വരുന്ന എന്താ പറയുക പ്രശ്നമൊന്നുമില്ല. ആ ഫാമിലിയിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളും ആ ഒരു ഇതും, പിന്നെ മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ വരുന്നതും, അവരത്തെ കുറേ പ്ലേയും പരിപാടികളും ഫണ്ണും അങ്ങനെ പോകുന്നു. കുറേ അതിൻ്റെ ഇടയിൽ കുറേ പാട്ടുകൾ വരുന്നു, കുറച്ച് ഫൈറ്റുകൾ വരുന്നു, ഫൈറ്റുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു കല്യാണം. എനിക്ക് ആ കല്യാണ പോർഷൻ ഒട്ടും വർക്കായില്ല. അതർ ദാൻ ദാറ്റ് ഇങ്ങനെ ഒരു അഞ്ചത്തിലിരുന്ന് ഇങ്ങനെ കണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട്. കുറച്ചൊരു ഇങ്ങനെ പോണ ഒരു പടം, ഒരു കുടുംബ പടം അങ്ങനെ ചിന്തിക്കുക. അതായത് റോം കോം എന്നങ്ങൾ പറയില്ല, ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റിയ ഒരു പടം. ഫാമിലി ഡ്രാമ പടം, പാട്ട്, ഡാൻസ്, കോമഡി, ഫൈറ്റ്, അങ്ങനെ ഒരു സാധനം. അതാണ് ഈ പടം. ഈ പടം അങ്ങനത്തെ ഓഡിയൻസ് പോവുക, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് കുടുംബ പ്രേക്ഷകരായിട്ട് കുടുംബമായിട്ടൊക്കെ പോയി പോപ്കോണൊക്കെ വാങ്ങിച്ചിരുന്നിട്ട് ഞം തോന്നി അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പിള്ളേർ ഫാമിലീസുണ്ട്, അവരൊക്കെ പോവാം. അല്ലാതെ പിള്ളേർ സെറ്റൊക്കെ മറ്റേ അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കണവരൊക്കെ പോവരുത്. നിങ്ങൾ മറ്റേ കുന്തം എടുത്തിട്ട് എറിയും, നിങ്ങൾക്ക് ക്രിഞ്ചടിക്കും, ബോറടിക്കും. പിന്നെ അതുപോലെ ഒരുപാട് നല്ല കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഫാമിലി വാല്യൂസ്. ഇതിൽ പുള്ളിക്കൊരു ഫോണുണ്ട്, ഒരു നോക്കിയയുടെ എന്തോ ഒരു പഴയ ഫോൺ, ഫാമിലിക്ക് വേണ്ടി മാത്രമാണ് ഫോൺ. ഈ ലോകത്ത് ആ ഫോണിൽ ആര് വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കും. ഐ ലൈക്ക് ദാറ്റ് കോൺസെപ്റ്റ്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫോൺ വേണം കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു സാധനം സൈലൻ്റ് ചെയ്യിടും, അല്ലെങ്കിൽ നോക്കിയിട്ട് ഇഗ്നോർ ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. ഇഫ് യു ആർ സമ്മൺ ഹൂസ് ലൈക്ക് ദാറ്റ്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്. ദേ ഷുഡ് ബി നമ്പർ 1. ബാക്കിയുള്ളവരൊക്കെ പിന്നെ. ഒരിക്കലും when your family calls, you picked up the call. If you are even in a heavy meeting, അവരെന്താണ് പറയുന്നത്, അവരെന്ത് സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞതിന് ശേഷം യു കട്ട് ദ കോൾ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇറ്റ്. പടത്തിൽ സൂര്യ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിൽ സൂര്യ പറയുന്ന കുറേ കാര്യങ്ങൾ, ഇറ്റ് മേക്സ് വെരി സെൻസ് ഇൻ ദാറ്റ് സിനാരിയോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ എൻഡ് ചെയ്യുന്നത് പ്രഡിക്റ്റബിൾ ബേസിസിൽ തന്നെയാണ്. പക്ഷേ അവർ മറ്റേ രീതിയിൽ നിർത്തിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ വെൽ ഡൺ, ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു എന്ന് ഞാൻ, അങ്ങനെയല്ല റൈറ്റ് തിങ്ങോ റോങ് തിങ്ങോ ഇല്ല, പക്ഷേ പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഞാൻ ക്ലാപ്പ് അടിച്ചാണ്. പക്ഷേ അത് പോയി, ക്ലൈമാക്സ് അത് മാറ്റി. എന്തിനാണെങ്കിലും എനിക്ക് ആ കല്യാണത്തിൻ്റെ മറ്റേ ടിപ്പിക്കൽ ടെംപ്ലേറ്റ്, തെലുങ്ക് ടെംപ്ലേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള പടം ഒരു രസമായിട്ടിരുന്ന് കണ്ട് തീർത്ത ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഞാൻ പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിരിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റോം കോമൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ജോണർ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ഇറ്റ്. സൂര്യ വാസ് സൂപ്പർ. സൂര്യ, ലെറ്റ് ഇറ്റ് ബി ഹിസ് ചാം, ലെറ്റ് ഇറ്റ് ബി ഹിസ് കാരിസ്മ, ഹിസ് സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ഇമോഷണൽ സീൻസിലൊക്കെ വരുന്ന ആക്ടിങ് ആയിക്കോട്ടെ, ഹീസ് ജസ്റ്റ് ടു ഗുഡ് മാൻ. വേറെ ലെവൽ. ആമലി പുള്ളി ഈസ് ഗോയിങ് ടു റൂൾ തമിഴ് സിനിമ ഫോർ സം ടൈം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അണ്ണൻ ത്വലയ്ക്കും. ദ വണ്ണ് തന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് അതെണ്ണം തന്നെ. അണ്ണനെ തന്നെ ഇനി
മാസ് പടങ്ങളായിക്കോട്ടെ, പൊളിറ്റിക്കൽ ഡ്രാമ ആയിക്കോട്ടെ, ഇതേപോലത്തെ ഫാമിലി പടമായിരിക്കും, എല്ലാം പുള്ളിക്ക് തന്നെ. അതുകൊണ്ട് സൂര്യ ഫാൻസ്, ഞാൻ എപ്പോഴും പറയണം, സൂര്യ ഫാൻസിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ ഒരു സിമ്പിൾ പടം, വെരി സിമ്പിൾ, വെരി നാരോ, ഇങ്ങനെ പോണ പടം, അല്ലാതെ ഭയങ്കര ഹൈ മൂവ്മെൻറ്റ്, മറ്റത് മറിച്ചത്, ഓ സൂപ്പർ രോമാഞ്ചം, ഇങ്ങനെ പോണ പടം, ഇങ്ങനെ പോണ ഫാമിലി പടം. അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണവർക്ക് എടുക്കുക. അല്ലാതെ ഞാൻ ഇപ്പോഴും ഒന്നും കൂടെ പറയാണ്, വെടിയും പുകയും ജില്ലും അയ്യോ അയ്യമ്പോ അതൊന്നുമില്ല. വളരെ സിമ്പിൾ പടം, വളരെ പക്കാ ഫാമിലി പടം. ഞാൻ ഇപ്പോൾ തമിഴ് ഓഡിയൻസിലായാലും ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ട്, മലയാളത്തിലും ഉണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന. അവർ പോയി കാണും. അല്ലാത്തവർ ഖലീഫ ഇറങ്ങണുണ്ട്, മറ്റേ എന്തൊരു കുടുംബ യൂണിറ്റ്, മറ്റേ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്, ടോക്സിക് ഇറങ്ങുന്നുണ്ട്, അതൊക്കെ പോയി ടിക്കറ്റ് എടുത്തിരുന്ന് കാണുക. ദിസ് ഈസ് എ വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഫാമിലി ഓറിയൻറ്റഡ് സിനിമ. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളവർ പോവുക, ഇല്ലാത്തവർ വേണ്ട. OTT ഇറങ്ങുമ്പോൾ എടുത്ത് വലിച്ചു കീറുക, ക്രിഞ്ചാണെന്ന് പറയുക, എന്തൊരു വേണം നിങ്ങൾക്ക് ചെയ്യാം, അപ് ടു യു. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എൻഡ് ഓഫ് ദ ഡേ അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണം കേട്ടോ. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഏജും കൂടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അത് മനസ്സിലാവും, ഓക്കെ ഈ പടം വേണോ വേണ്ടയോ എന്ന്. എനിക്ക് ഉറപ്പാണ് ഇതൊരു യങ്, ഒരു ജെൻസി വൈബൊക്കെ ഉള്ള പിള്ളേരുണ്ട്, അവർക്കൊന്നും വർക്കാവില്ല ഈ പടം. അവർ തന്നെ പറയും ഇതെന്തിനും ചെയ്യും, ഇതെന്ത് ഗിഞ്ചി. ഒന്നാമത്തെ കാര്യം റിച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. ഫോർ ദ എക്സാമ്പിൾ നമുക്കൊന്നും അത് കണക്റ്റ് ആവില്ല. നമ്മളിങ്ങനെ ഇതൊക്കെയാണോ കഷ്ടപ്പാട്, നമ്മളിങ്ങനെ ആലോചിച്ച് പോവും. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ്. ആ ഒരു എക്സ്ട്രാ വാഗൻ ലൈഫ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ ഇത് കണക്റ്റ് ആവില്ല. പക്ഷേ യു ക്യാൻ എൻജോയ് ദ പെർഫോമൻസ്, ദ സോങ്സ്, ദ ഫ്രെയിംസ്, ദ റിച്ച്നെസ് ഓഫ് ദ ഫ്രെയിംസ്. ഒരു എക്സ്ട്രീം, എല്ലാം റിച്ചാണ്. കോസ്റ്റ്യൂം റിച്ച്, ആർട്ട് റിച്ച്, സിനിമാറ്റോഗ്രഫി റിച്ച്, എല്ലാം റിച്ചാണ്. ഒന്നും പറയാനില്ല. വീടൊക്കെ പൊന്നു കാണണോ, വീട് ഇത് രസമുണ്ട്. നിപ്പിൽ അമേരിക്കയിൽ പോകണം, ജെറ്റ് പിടിച്ചുകൊണ്ടാക്കും. ഇത് രസമായിരിക്കും. ഒരു സ്വന്തമായിട്ടൊക്കെ ഒരു ജെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, സ്വന്തമായിട്ട് ജെറ്റ്, കാശ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ മെനു ഒന്നും നോക്കണ്ട, കടയിൽ കയറിയിട്ട് നിങ്ങൾ ഏറ്റവും വില കൂടിയ പാസ്തയോ ബർഗറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. നോ പൈസ ഉണ്ട് തരാം. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെയായിരിക്കും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ബിസിനസ് മീറ്റിങ്ങിലായിരിക്കും, നമ്മളിങ്ങനെ വാളറ്റ് എടുക്കുന്നു, മറ്റേ വെയിറ്റർ വരുമ്പോൾ ഇങ്ങനെ ബില്ല് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ സാർ ഇത് പ്രൈസ്, നോ ഐ ഡോണ്ട് വാണ്ട് നോ, സ്വൈപ്പ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു റിച്ച് ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അങ്ങനെയൊക്കെ ആവാൻ. ഞാൻ എന്നും ആലോചിക്കാറുണ്ട് അങ്ങനെയൊക്കെ എങ്ങനെ ആവും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനമാണ് ആ ലെവൽ ഓഫ് പൈസ എങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട്, അതായത് വലിയൊരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ക്ലോത്ത്സ് മാത്രമേ നോക്കുകയുള്ളൂ. ഇതെനിക്കൊന്ന് ട്രൈ ചെയ്യണം, എടുക്കുന്നു, ഇടുന്നു, ലൈക്ക് ഇറ്റ്, എടുത്തോളൂ, അതെടുക്കൂ, ഇതെടുക്കൂ, അത് 2 എണ്ണം എടുക്കൂ, ഇതൊരു 4 എണ്ണം എടുക്കൂ എന്നൊക്കെ പറയണ. എങ്ങനെയാവും ഇവിടെ അത്? ഒന്നെങ്കിൽ ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ വലിയൊരു നടനാവണം, അതിനെയൊക്കെ ആണെങ്കിലും നടക്കും. അല്ലാത്ത വശം ഭയങ്കര ടഫാണ് ഈ ലൈഫ്. എനിക്ക് അങ്ങനെ റിച്ച് ആയിട്ടുള്ളവരടുത്തൊരു വലിയ ബഹുമാനമുണ്ട്. അതെങ്ങനെ ആവണമെന്ന് എനിക്കിന്നും അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് നോ എങ്ങനെ അങ്ങനത്തെ റിച്ച് ആവണമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ടിപ്സൊക്കെ പറഞ്ഞു തരാം. വല്ല കാര്യമുള്ള ടിപ്സ് കേട്ടോ. ഒരുമാതിരി മറ്റേ എന്തൊരു ട്രേഡിൽ കൊണ്ടുപോയിട്ട് കാശിടാൻ അങ്ങനെയൊന്നുമല്ല. എങ്ങനെ ആവാം എങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക, നമുക്ക് നോക്കാം. എക്സ്ട്രീം റിച്ച് എങ്ങനെ ആവാം, ഹൗ ടു ബിക്കം എക്സ്ട്രീം റിച്ച് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും തരികയാണെങ്കിൽ വിൽ ബി നൈസ്. ബൈ ഗൈസ്. അടുത്ത പടം ഖലീഫ 20-ാം തീയതി. അതിന് വരെ വേറെ പടമൊന്നുമില്ല. ആവാരപ്പൻ 2 ഒന്നും ഞാൻ കാണാനില്ല. 1 ഞാൻ കണ്ടിട്ടുണ്ട്, പാട്ടൊക്കെ അടിപൊളിയായിരുന്നു, സിനിമ അത്യാവശ്യം നൈസാണ്. പക്ഷേ സെക്കൻഡ് ഒന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ഇപ്പോൾ വേറെ പടമൊന്നുമില്ല. ഖലീഫ കഴിഞ്ഞ കുടുംബ യൂണിറ്റ്, പിന്നെ ടോക്സിക് ദുബായിൽ റിലീസില്ലെന്ന് തോന്നാട്ടാ. ഐ തിങ്ക് സോ. ഐ തിങ്ക് ദർ ഇസ് നോ റിലീസ് ഫോർ ടോക്സിക്. ഇനി കാണുമായിരിക്കും. യൂഷ്വലി ഇങ്ങനത്തെ പടമൊന്നും അവിടെ പ്ലേ ചെയ്യൂല, അതാണ്.
എന്തൊരു ആവട്ടെ, എന്തായാലും ഞാൻ നാട്ടിലുണ്ടല്ലോ. അപ്പം ശരി എന്നാൽ.